നമസ്കാരം. സിറിയയിലെ നയതന്ത്ര കാര്യാലയ ആക്രമണത്തിന് പ്രതികാരമായി 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ആക്രമണം സംബന്ധിച്ച പദ്ധതി ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള ഖൊമേനി പരിഗണിച്ചു വരികയാണെന്നും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിലെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയാണെന്നും ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ഉദ്ധരിച്ച വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ആക്രമിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധകാല മന്ത്രിസഭയുടെ യോഗം വിളിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഏപ്രിൽ 1 ഡമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ വ്യോമാക്രമണം നടത്തി 2 ജനറൽമാരുൾപ്പെടെ 12 പേരെ ഇസ്രായേൽ വധിച്ചത്. ഇതിന് പകരം വീട്ടുമെന്ന ഇറാനും അങ്ങനെ സംഭവിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഇസ്രായേലും പ്രസ്താവിച്ചിരുന്നു. ഗാസയിൽ ഹമാസുമായി യുദ്ധം തുടരുന്നതിനിടയിലാണ് പഴയകാല എതിരാളിയായ ഇറാന്റെ ഭീഷണിയും ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നത്. നിലവിൽ ഗാസയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം തുടരുകയാണെന്നാണ് വിവരം. ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പരിഭ്രാന്തരായ ഇസ്രായേലുകാർ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണെന്നാണ് വിവരം. ആക്രമണമുണ്ടായാൽ ഊർജ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ ജനറേറ്ററുകളുടെ വിൽപ്പനയും കുത്തനെ കൂടി. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സേനാ താവളങ്ങളിൽ US-ഉം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വഷളാകാതെ ഇരുകൂട്ടരോടും സംയമനം പാലിക്കാൻ റഷ്യ ആവശ്യപ്പെട്ടിരുന്നു. ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് US-ഉം വ്യക്തമാക്കി. സംഘർഷം ലഘൂകരിക്കാൻ ഇറാനോട് ആവശ്യപ്പെടാൻ സൗദി അറേബ്യ, UAE, ഖത്തർ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരോട് US ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യത നിലനിൽക്കെ ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനും ഇസ്രായേലിലും താമസിക്കുന്ന ഇന്ത്യക്കാരോട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും യാത്രകൾ പരമാവധി കുറയ്ക്കാനും നിർദ്ദേശമുണ്ട്. ഇവിടങ്ങളിലുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശത്തിൽ പറയുന്നു. ഇറാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൗരന്മാരോട് നിർദ്ദേശിച്ച വിദേശകാര്യ മന്ത്രാലയവും എത്തി. ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യം മുൻനിർത്തിയാണ് ഈ രാജ്യങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കായി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇറാനും ഇസ്രായേലിലും താമസിക്കുന്ന ഇന്ത്യക്കാരോട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും യാത്രകൾ പരമാവധി കുറയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും പേരുവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശത്തിൽ പറയുന്നു. സിറിയയിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ ഏപ്രിൽ 1 നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മേഖലയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായത്. ആക്രമണത്തിന്റെ പേരിൽ ഇറാൻ ഇസ്രായേലിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ സാധ്യതയുണ്ടാവുകയാണ്. നന്ദി.